ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത്രയ്ക്ക് വിഷമത്തോടെ അന്ന് അയാൾ ഇറങ്ങിപ്പോയത്. എന്നെങ്കിലും ഒരിക്കൽ എന്തായാലും നമ്മൾ അയാളുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടോ? ഏയ് അതൊന്നുമില്ല. ലക്ഷ്മി വരുന്നത് സന്തോഷമല്ലേ? ലക്ഷ്മിക്ക് ചായ ഓർഡർ ചെയ്യട്ടെ? എനിക്കിപ്പോ ഒന്നും വേണ്ട. എന്നാ നിങ്ങളിരിക്കെ, ഞാനിപ്പോ വരാം. സാവധാനം വന്നാ മതി, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഈ സച്ചേട്ടനൊരു പാവാണല്ലേ? പാവം എന്റെ കാര്യത്തിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഞാനിടയ്ക്ക് വന്നു കയറി പോയതുകൊണ്ടല്ലേ? അയ്യോ മതി മതി, ഇനി അതിന്റെ പേരില് എന്നെ കളിയാക്കണ്ട. പിന്നെ വേറൊരു കാര്യം, എനിക്കിത്രയ്ക്ക് ഹൈ വോൾട്ടേജ് സ്നേഹമൊന്നും താങ്ങാൻ പറ്റത്തില്ല. സച്ചേട്ടനെ ദൈവം സൃഷ്ടിച്ചത് അർച്ചനയ്ക്ക് വേണ്ടി തന്നെയാ. ഈ അവസ്ഥയിലും ഇവൾക്ക് എങ്ങനെ ഇത്ര സന്തോഷത്തോടെ ചിരിക്കാനും സംസാരിക്കാനൊക്കെ കഴിയുന്നു? അമ്മുക്കുട്ടി, ഒരു വിധത്തിലാ ഞാൻ അവളെ ഉറക്കിയത്. ഇനി നീയും കൂടി കരയല്ലേ? രണ്ടുപേരെയും കൂടി എടുക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ രണ്ടുപേരെയും കൂടി മാനേജ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ടില്ല. കുറച്ച് വെയിറ്റ് ചെയ്യും, എന്നിട്ട് ഒരു ഷിഫ്റ്റ് വെച്ച് കരഞ്ഞാ മതി, ഞാൻ നോക്കിക്കോളാം. കേട്ടോ എന്താടി നോക്കുന്നത്? മോളിറങ്ങിയോ? ഓ, ഒരു വിധത്തിലാ ഞാൻ ഉറക്കിയത്. ഞാൻ കരുതി അവളുടെ കരച്ചില് കേട്ടിട്ട് ഇവളും കരയൂന്ന്. അർച്ചനേട്ടത്തെ കാണാത്തന്റെ നല്ല സങ്കടമുണ്ട് ഇവൾക്ക്. ഓ ഓ വാ, ഓ ഇങ്ങോട്ട് വാ. ഓ ഓ ടാറ്റാ. അമ്മക്കുട്ടിക്ക് വിശക്കുന്നുണ്ടോ? അമ്മ പാലരാട്ടോ. സ്വന്തം അമ്മയുടെ കയ്യിലെത്തിയപ്പോ അവളുടെ സന്തോഷം കണ്ടില്ലേ? ഓ ആദരേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ആ ശിവരാമേട്ടൻ പറഞ്ഞത് സത്യം തന്നെയായിരിക്കോ? പിന്നല്ലാതെ. ഇവളെന്റെ പൊന്നുമോള, ഞാൻ പ്രസവിച്ച എന്റെ പൊന്നുമോള്. അർച്ചനേട്ടത്തെ ഇതുവരെ ഒന്നും സമ്മതിച്ചിട്ടില്ല. എന്തിനാ അച്ഛച്ച സമ്മതിക്കുന്നെ? ആര് സമ്മതിച്ചില്ലെങ്കിലും എനിക്കറിയാം സത്യം എന്താണെന്ന്. ഇവളെന്റെ പൊന്നുമോള് തന്നെയാ. 10 മാസം ഞാൻ ഇവളെ എന്റെ വയറ്റിൽ ചുമന്നതാ. അപ്പോ ഇനി ഈ കുഞ്ഞിന്റെ കാര്യം എന്താവും? ഈ കുഞ്ഞിനെ ആദര ഉപേക്ഷിക്കോ അതോ വളർത്തോ? ഈ കുഞ്ഞിനോട് ആദരയ്ക്ക് അല്പമെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടോ? നിന്റെ സംശയം എനിക്കിപ്പോ മനസ്സിലായി. ഇത്രയും നാളും എന്റേതല്ലാത്തൊരു കുഞ്ഞിനെ ഞാൻ വളർത്തിയത്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്രയും നാളും എന്റെ മോളാണെന്ന് കരുതി തന്നെയാ ഞാൻ അവളെ സ്നേഹിച്ചത്. ഇപ്പോ എനിക്ക് എന്റെ സ്വന്തം മകളെ തിരിച്ചു കിട്ടി. എനിക്കിപ്പോ 2 മക്കളാ. അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ.
അയാൾ നാളെ തെളിവുകളോടെ വന്ന് കുഞ്ഞിനെ ആവശ്യപ്പെട്ടാലോ? അന്നേരം നമുക്ക് ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ. ഇവളെ തിരിച്ചു കൊടുക്കാനോ? എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ. ഇവളെന്റെ മോളാ. ഇവരെ രണ്ടുപേരെയും ഞാൻ വളർത്തും, എന്റെ മക്കളായിട്ട്. കൊല്ലാൻ ഉപേക്ഷിച്ച ആൾക്ക് ഇനി വളർത്താൻ എന്ത് അവകാശമുള്ളത്? നാളെ അയാൾ ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. അത് മാത്രല്ല, അത്ര എളുപ്പത്തിലൊന്നും അയാൾക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിയില്ല. നിയമപരമായി ഒരുപാട് നൂലാമാലകളുണ്ട്. അച്ചു ചേച്ചി സച്ചേട്ടനും കൂടി ദത്തെടുത്ത കുഞ്ഞാ ഇവള്. കാര്യമൊക്കെ ശരിയാ. ആ ശിവരാമനുണ്ടല്ലോ, അയാള് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരും. അത്രയ്ക്ക് വിഷമത്തോടെ അന്ന് അയാൾ ഇറങ്ങിപ്പോയത്. എന്നെങ്കിലും ഒരിക്കൽ എന്തായാലും നമ്മൾ അയാളുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരും. സച്ചേട്ടന് അമ്മുക്കുട്ടി ഒന്ന് കൊണ്ടുവരായിരുന്നു. ഞാൻ അവളെ കണ്ടിട്ട് എത്ര ദിവസമായി. സച്ചേട്ടാ, ആ? ആ, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? ആ, എന്താ? കുന്തം. എന്താ സച്ചേട്ടാ ഇത്? ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഒരു വകയും കേട്ടില്ല. സോറി, ഞാൻ വേറെന്തോ ആലോചനയിലായിരുന്നു. പറയ്, എന്താ വേണ്ടത്? എനിക്കിനൊന്നും വേണ്ട. അല്ലെങ്കിലും ആ ലക്ഷ്മിയെ കണ്ടപ്പോൾ മുതലുള്ള മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഷോ, താനിങ്ങനെ ഇല്ലാത്തൊന്നും പറയല്ലേ. ഇതാരും ലക്ഷ്മിയോ? ലക്ഷ്മിയെ പറ്റി ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഓ, ഇരിക്കും. കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഇനി പേടിക്കാനൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. ലക്ഷ്മിനെ എന്നാ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നേ? പോണം. അല്ലെങ്കിലും തിരിച്ചു പോയല്ലേ പറ്റൂ.